തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരായ അണികളുടെ എതിർപ്പ് അവഗണിച്ചത് തിരിച്ചടിയായി. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും പ്രതിസന്ധി മലബാറിലാകെ എതിർവികാരമുണ്ടാക്കി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള ധാർഷ്ട്യവും ശരീരഭാഷയും ജനങ്ങളിൽ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കി. വസ്തുനിഷ്ഠമായ വിശകലനം നടത്താൻ നേതാക്കൾ തയ്യാറാകണമെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ബിജീഷ് ഗോവിന്ദനാണ് ചേരുന്നത്. ബിജീഷ്, CPM-ന് LDF-ന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ച ജില്ല കൂടെയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലുണ്ടായ തിരിച്ചടിയിലേക്ക് നയിച്ച പല കാരണങ്ങളും അത് കേരളം ഒന്നാകെ പല സീറ്റുകൾ നഷ്ടപ്പെടുന്നതിൽ LDF-നെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏത് രീതിയിലാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ച? അഭിനീഷ്, ഇതിനകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിന് പിന്നാലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ജില്ലാ അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് അംഗങ്ങളുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയ വിഷയമായിട്ടാണ് അംഗങ്ങൾ കാണുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ അണികളുടെ വലിയ തോതിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്നു. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് PK ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം വലിയ തോതിൽ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ചത്. സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചു എന്നുള്ള വികാരം അണികൾക്കുണ്ടായി. അടിത്തട്ടിലുള്ള പ്രവർത്തകർക്കും അതുപോലെ തന്നെ അനുഭാവികൾക്കും ഇതേ വികാരമാണ് ഉണ്ടായത്. അതാണ് തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത് എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ അത് മലബാറിലാകെ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തി. മലബാറിൽ മൊത്തത്തിലുണ്ടായ ഒരു തിരിച്ചടിക്ക് പ്രധാന കാരണമായി പറയുന്നതും തളിപ്പറമ്പിലെയും അതുപോലെ തന്നെ പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നുള്ളതാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി കാണിക്കുന്ന ധാർഷ്ട്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും പൊതുജനങ്ങൾ വലിയ തോതിൽ കാണുന്നുണ്ട്. ഇത് വലിയ തരത്തിലുള്ള ഒരു അവമതിപ്പ് പാർട്ടിക്ക് ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാ തരത്തിലും പരാജയപ്പെടുന്നുണ്ട്. ഇത് വലിയ തോതിൽ പാർട്ടിയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങളിലുള്ള നിലപാടുകൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിൽ വലിയ തോതിലുള്ള വീഴ്ച സംഭവിക്കുന്നു. അതുപോലെ തന്നെ നിലപാടുകളിൽ അപഹാസ്യരാകുന്നതിനും ഇത് ഇടവരുത്തുന്നു എന്നുള്ളതും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിക്കെതിരെയും KK രാഗേഷ് എന്ന് പറയുന്ന കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെയും അംഗങ്ങൾ കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിലാകുന്നു. പലപ്പോഴും ഇത് പരിഹാസ്യമാകുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതും അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും കണ്ണൂരിലെ കലാപം അല്ലെ, പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിമത നീക്കങ്ങൾ അത് അവഗണിച്ചു. അവഗണിച്ചത് വലിയ തിരിച്ചടിയായി. സ്ഥാനാർത്ഥി നിർണയം പാളി. അതുപോലെ തന്നെ നേതൃത്വത്തിനെതിരെ MV ഗോവിന്ദന്റെ ധാർഷ്ട്യം വരെ വലിയ തിരിച്ചടിയായി. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാണ് വിമർശനം ഉയരുന്നത്. KK രാഗേഷിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. പാർട്ടി നേരത്തെ തന്നെ തോൽവി ഏറ്റപ്പോൾ തന്നെ പറഞ്ഞതാണ് തിരിച്ചു വരും, എല്ലാ ഘടകങ്ങളെയും കേൾക്കും. അപ്പോൾ ബ്രാഞ്ച് തലം മുതൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും. അല്ല, ഈ വിമർശനങ്ങൾക്ക് അവിടെ കണ്ണൂരിലെ ഈ വിമർശനങ്ങൾക്ക് എന്ത് മറുപടി MV ഗോവിന്ദൻ നൽകും എന്നതാണ് എന്തായാലും അറിയേണ്ടത്.